സന്ദീപ് വാര്യർ ഹാഷ്മി താജ് ഇബ്രാഹിമുമായി സംസാരിക്കുന്നുണ്ട് തത്സമയം. ഇനി പാവപ്പെട്ടവന് സ്വീകരിച്ചതിന്റെ പേരിൽ എന്തിനാണ് ആക്ഷേപിക്കുന്നത്? ഇത് വളരെ മോശമായി പോയി. പ്രത്യേകിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ ഇന്നലെ പാണക്കാട് തങ്ങൾ കാണിച്ചിട്ടുള്ള ആ ഒരു വലിയ ഒരു കേഴ്സി ഉണ്ട്. അതിൽ അദ്ദേഹം സന്തോഷിക്കല്ലേ വേണ്ടത്? ഒരു സാമൂഹ്യ സമരസതയുടെ, ഒരു സാഹോദര്യത്തിന്റെ, ഒരു മതനിരപേക്ഷതയുടെ വലിയൊരു സന്ദേശമാണ് തങ്ങൾ ഇന്നലെ തന്നത്. അതിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ 3.5 കോടി മലയാളികൾ ഒരുമിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു കേരളത്തിലെങ്കിൽ അതിന് സന്തോഷിക്കായിരുന്നു. അതിന് പകരം പാണക്കാട് തങ്ങളെ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് കേരളത്തിന് സഹിക്കാൻ സാധിക്കുന്നത്? വളരെ മോശമായി പോയി. അത് തീർത്തും അപലപനീയമാണ്. എന്നെ എന്ത് വേണം പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമില്ല. മുഖ്യമന്ത്രി എന്നെന്തും പറയാം, രാഷ്ട്രീയമായിട്ട് വിമർശിച്ചോട്ടെ, പ്രയാസമില്ല. പക്ഷെ പാണക്കാട് തങ്ങളെ കുറിച്ച് മോശമായി പറഞ്ഞാൽ ഒരിക്കലും മലയാളികൾ പൊറുക്കില്ല, കേരളം പൊറുക്കില്ല. സന്ദീപ് വാര്യർ ഇവിടെ കോൺഗ്രസിന്റെ പ്രചാരണ സമിതി ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. സന്ദീപിന് വലിയ സ്വീകരണം കൊടുക്കുന്നുണ്ട് കോൺഗ്രസ് പ്രവർത്തകർ. എന്തായാലും സന്ദീപ് വാര്യർ അവസാന നിമിഷം ഇങ്ങോട്ടേക്ക് എത്തിയത് അവസാന നിമിഷം സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ പ്രചാരണത്തിൽ എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അതിനിടയിൽ 24-നോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നലെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ വിമർശനം, അതിലുള്ള പ്രതിഷേധം, അമർഷം അദ്ദേഹം പ്രതികരണത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്.